നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനിയും വൈകരുത്, ജനങ്ങൾ രംഗത്തേക്കിറങ്ങണം. ആയത്തുള്ള അലി ഖമനേയിയുടെ കൊട്ടാരം വളഞ്ഞ് അക്രമികളെയും ഭീകരരെയും തുരത്തണം. നിങ്ങളുടെ കൈകൾക്ക് കരുത്തുണ്ട്. ജനങ്ങൾ ഈ ഭരണകൂടത്തെ മറിച്ച് താഴെയിടണം. ഇറാൻ ജനതയോട് ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയത്തുള്ള അലി ഖമനേയിയെയും മത പോലീസിനെയും അടിച്ചോടിക്കൂ എന്നാണ്. എല്ലാ സഹായവും ഇസ്രയേൽ നൽകുമെന്ന്. സിറിയയിൽ ആഭ്യന്തര യുദ്ധം നടന്നതിന് പിന്നാലെ വിമതർ അധികാരം പിടിച്ചെടുത്തു. ഇപ്പോൾ ഇറാനിലും അത്തരത്തിൽ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിൽ നിൽക്കുകയാണ് കാര്യങ്ങൾ. ഈ ഒരു ഘട്ടത്തിൽ ജനങ്ങൾ ഇറാൻ ഭരണകൂടത്തിനെതിരെയും ആയത്തുള്ള അലി ഖമനേയിക്കെതിരെയും വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ ഇറാനെ അടിക്കാൻ ഒരായുധം കിട്ടിയ ആവേശത്തിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവും. എല്ലാ സഹായവും ചെയ്തു കൊടുക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു തയ്യാറാണ് എന്ന് ഇറാൻ ജനതയോട് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിറിയയിൽ സംഭവിച്ചതുപോലെ ഇറാനിൽ സംഭവിക്കുമോ എന്നുള്ള ഭീതിയിലാണ് ആയത്തുള്ള അലി ഖമനേയും. എന്താണ് സംഭവിക്കുക? ജനങ്ങൾ വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുമ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും തെരുവിലേക്കിറങ്ങി ഇറാൻ ഭരണകൂടത്തെയും മത പോലീസിനെയും വിമർശിക്കുമ്പോൾ ഇനി അധികം ആയുസ്സുണ്ടോ എന്നുള്ള ഭീതി ആയത്തുള്ള അലി ഖമനേയിയെ വേട്ടയാടുകയാണ്. സിറിയയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തി പല ഭാഗങ്ങളും ഇസ്രയേൽ പിടിച്ചടക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഇസ്രയേലിന്റെ പല അതിർത്തികളും സുരക്ഷിതമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇസ്രയേലിന് മുന്നിലുള്ള ഒരേ ഒരു ശത്രു അത് ഇറാനാണ്. ഇറാന്റെ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇതുമാത്രമല്ല, ഇറാന് 2 തവണയാണ് ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയത്. ഈ ആക്രമണങ്ങൾക്ക് ശക്തമായ ഒരു തിരിച്ചടി ഇതുവരെ ഇസ്രയേൽ കൊടുത്തിട്ടില്ല. അതിന് തടസ്സമായി നിൽക്കുന്നത് ബൈഡനാണ്. ബൈഡൻ ഇസ്രയേലിനെ പിടിച്ചുകെട്ടിയിരിക്കുകയാണ്. പക്ഷേ ആഭ്യന്തര യുദ്ധം ഇറാനിൽ പൊട്ടിപ്പുറപ്പെട്ടാൽ അത് ഇസ്രയേലിന് വലിയൊരു ആയുധമാണ്. അതുകൊണ്ട് തന്നെ ആ ആഭ്യന്തര യുദ്ധം ആളിക്കത്തിക്കാൻ ഇസ്രയേൽ എല്ലാ നീക്കവും നടത്തും. ആയത്തുള്ള അലി ഖമനേയും ഇറാൻ റവല്യൂഷണറി ഗാർഡുമാണ് ഇറാനിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഭീകരവാദത്തെയും പിന്തുണയ്ക്കുന്നത് ഈ 2 കൂട്ടർ ചേർന്നാണ്. അതുകൊണ്ടിപ്പോൾ ആയത്തുള്ള അലി ഖമനേയിയെ തീർക്കാൻ ഇറാൻ ജനങ്ങളോട് തന്നെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. നമുക്കറിയാം, സിറിയയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടുകയായിരുന്നു, വിമതരെ പേടിച്ച് രക്ഷപ്പെടുകയായിരുന്നു, കുടുംബത്തോടൊപ്പം രക്ഷപ്പെടുകയായിരുന്നു ബാഷർ അൽ അസദ്. അത്തരത്തിലൊരു സാഹചര്യം ആയത്തുള്ള അലി ഖമനേയിക്ക് ഉണ്ടാകുമോ? ലോകം ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഇറാനിലേക്കാണ്. റഷ്യയാണ് അസദിന് എല്ലാ സൗകര്യങ്ങളും അഭയവും കൊടുത്തിരിക്കുന്നത്. എന്നാൽ സിറിയയിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം, ഭീകരരെ എല്ലാം അടിച്ചൊതുക്കാനാണ് അമേരിക്കയും ഇസ്രയേലും നോക്കുന്നത്. വിമതർ ഭരിക്കുന്നെങ്കിൽ ഭരിച്ചോട്ടെ, പക്ഷേ സിറിയ ഭീകരവാദത്തിന്റെ മണ്ണായി ഇനി മാറില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഇസ്രയേലിനും അമേരിക്കയ്ക്കുമാണ്. അതുകൊണ്ട് തന്നെ സിറിയയിലെ പല ഭീകര കേന്ദ്രങ്ങളും ഇതിനോടകം തന്നെ ഇസ്രയേലും അമേരിക്കയും തകർത്തെറിഞ്ഞിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇനി ബാക്കി നിൽക്കുന്ന ഭീതി അത് ഇറാനാണ്. ആ ഭീകരവാദത്തിന്റെ അച്ചുതണ്ടിന്റെ തലയാണ് ഇറാൻ. HHH, അതുപോലെ തന്നെ സിറിയയിലെയും ഇറാഖിലെയും സായുധ സംഘങ്ങൾ, ഇവരെല്ലാം ചേർന്നാണ് പശ്ചിമേഷ്യ ഒരു ഭീകര കളമാക്കി മാറ്റിവെച്ചിരുന്നത്. അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് പശ്ചിമേഷ്യയെ ഭീകരമുക്തമാക്കാനുള്ള നീക്കത്തിൽ, ആ യജ്ഞത്തിലാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ഉള്ളത്. അപ്പോൾ അതിന്റെ തല അത് ഇറാനാണ്. ആ തല കൂടി വീഴണം എന്നുള്ളത് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആവശ്യമാണ്. മാത്രമല്ല, ഇസ്രയേലിന് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ, ജൂതർക്ക് ഭയമില്ലാതെ ജീവിക്കണമെങ്കിൽ ഇറാന്റെ തല തകരണം. പ്രത്യേകിച്ച് ഇറാൻ റവല്യൂഷണറി ഗാർഡും അതുപോലെ തന്നെ ആയത്തുള്ള അലി ഖമനേയും ഇല്ലാതാകണം. ഇവരാണല്ലോ ഭീകരവാദത്തിന് വെള്ളവും വളവും നൽകുന്നത്. ആ തലകൾ കൂടി വീഴ്ത്താനുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രയേൽ കടക്കുമ്പോൾ അതിൽ ഇറാൻ ജനതയെ മുന്നിൽ നിർത്തി കളിക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിച്ചിരിക്കുന്നത്. ഇറാനിൽ ഇനി എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.